ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന പുതിയൊരു ബോർഡാണ്. അതായത് ഡെനക്സോഡിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ബോർഡാണ് പരിചയപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു 5 ചാനൽ ബോർഡ്. ഡെനക്സോഡിയുടെ ഏറ്റവും പുതിയൊരു ബോർഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു 5 ചാനലൊക്കെ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ സെപ്പറേറ്റ് വെക്കണം, അതുപോലെ തന്നെ റെക്ടിഫയർ വെക്കണം, 5 ചാനൽ വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബോർഡിൽ എന്ന രീതിക്കാണ് നമ്മൾ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുള്ളൊരു PCBയിലാണ് നമ്മളിത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ട്രാക്കുകൾ കണ്ടറിയാം, എല്ലാം നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് പവർ പോകുന്നതിനൊക്കെ ഒരു ഡബിൾ സോൾഡറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മളിതിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കമ്പോണൻസിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, എല്ലാം നല്ലൊരു ക്വാളിറ്റി കമ്പോണൻസുകളാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ ബോർഡുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചു. ഇതൊരു പെർ ചാനൽ 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 52001943 വരുന്ന ഒറിജിനൽ ട്രാൻസിസ്റ്ററുകളാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നോർമലി പല ഡ്യൂപ്ലിക്കേറ്റും അതുപോലെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി ട്രാൻസിസ്റ്ററുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു ക്വാളിറ്റി ട്രാൻസിസ്റ്ററുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റെക്ടിഫയറും ഈ ബോർഡിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിതിലേക്ക് ഒരു 27 ഒരു 8 ആംപിയർ അല്ലെങ്കിൽ 12 ആംപിയർ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മളിതിലേക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ 2 നമ്മൾ ഫ്യൂസ് വെച്ചിട്ടുണ്ട്, പിന്നെ റെക്ടിഫയർ വരുന്നുണ്ട്, പിന്നെ 1000 UFൻ്റെ ഡിജി ക്യാപ്പിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള 2 കപ്പാസിറ്ററുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൽ തന്നെ ഒരു റെക്ടിഫയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒരു AC കണക്ഷൻ കൊടുത്താൽ മതിയാവും. ബോർഡിലേക്കുള്ള അത് കൺവേർട്ട് ചെയ്ത് DC ആയിട്ട് ബോർഡിലേക്ക് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോർഡൊക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൻ്റെ വയറിംഗ് എല്ലാം ചെയ്തെടുക്കാം. അതാണ് ഈ ബോർഡിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. 12 ഒരു 2 ആംപിയറാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. ഔട്ടിന് വേണ്ടി ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, ഇതൊരു ഗ്രൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സബ് പ്ലസ് ഗ്രൗണ്ട്. സബിന് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബിന് വേണ്ടി നമ്മൾ ഹെവി ആംപിയറിൻ്റെയാണ് ഒരു റിലേ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 300 വാട്ട്സ് 500 വാട്ട്സിൻ്റെയൊക്കെ ബോർഡ് വെക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ റിലേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 5 ചാനൽ ബോർഡിൻ്റെ ഓഡിയൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസും അതുപോലെ തന്നെ ഗ്രൗണ്ടും, അങ്ങനെ 5 ചാനലിലും ഇവിടെ ഓഡിയന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ നമുക്കൊരു സബ് ഫിൽറ്ററിലേക്ക് നമ്മൾ ഒരു DC ഔട്ട് എടുക്കണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പക്ക ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ബോർഡ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹീറ്റ് സിങ്കാണ്. നോർമലി നമ്മളൊരു 12 ലീഫിൻ്റെ ഹീറ്റ് സിങ്ക് ഒന്നും നോർമൽ ബോർഡുകളിലൊന്നും കാണാറില്ല. പക്ഷെ നമ്മളൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് തന്നെ നമുക്കൊരു ക്യാബിനറ്റ് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫിനിഷിങ്ങും അതുപോലെ വയറിംഗ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ ബോർഡ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ക്വാളിറ്റിയിലും പക്ക ഒരു ഔട്ട്പുട്ടും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ohmസിൽ ഒരു 100 വാട്ട്സ് ആണ് നമ്മളിതിൽ ഔട്ട്പുട്ട് വരുന്നത്. ചെക്ക് ചെയ്തിട്ട് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചെക്കിംഗ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. അതല്ലാതെ ഈ ബോർഡ് വേണ്ടവർ നമ്മുടെ സൈറ്റായ www.densodio.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.